Hello, good morning. Good morning, ma'am. Good morning. Good Good morning, morning. ma'am. Good morning, ma'am. Yes. Okay, good morning once again. We can start our classes. Lab ready ayo? Ready ano? Yes, ma'am. Yes, ma'am. Okay. അപ്പോ നിങ്ങളുടെ ഡിപ്ലോമ എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ PG ക്ലാസ്സസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് അല്ലേ? Good morning. അല്ലേ? ഹാപ്പി ആണോ എല്ലാവരും? ഡിപ്ലോമ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി PGയിലേക്ക് കയറിയപ്പോ ആ ഒരു കുറച്ച് എന്താ പറയാ നമ്മളുടെ ആ ഒരു പല രീതിയിലും നമ്മൾ ഡെവലപ്ഡ് ആണ് ഇപ്പോ അല്ലെ? പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ട്. കാരണം നമ്മള് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സ്റ്റേജിൽ നിന്ന് PG എന്ന് പറയുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഇനി തയ്യാറെടുപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ രീതിയിലും നമുക്കൊരു വലിയ ഒരു ഡെവലപ്മെന്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മള് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലെ? ശ്രമിക്കണം തീർച്ചയായിട്ടും. ആ എന്താ പറയാ നമ്മളുടെ എന്താ പറയാ ഓരോ കോഴ്സ് പഠിക്കുമ്പോൾ നമ്മളുടേതായ രീതിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ട്രൈ ചെയ്ത് നമ്മളത് അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മളുടെ പോരാട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. നമുക്ക് ഈ ഒരു PGയുടെ ആദ്യത്തെ ക്ലാസ് ആണ്. നിങ്ങൾക്കറിയാം നമ്മളിവിടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെയാണ് അല്ലെ? ഉണ്ടായിരുന്നവർ തന്നെയല്ലേ? ചിലപ്പോ എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇനി ഇവിടെ? എല്ലാവരും എന്നെ കണ്ടിട്ടുള്ളവരാണ്. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ആണ് കാണുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ, ആദ്യമായിട്ട് കാണാത്തവരോ എന്നെ കാണാത്തവരോ ഈ ഇവിടെ ആദ്യമായിട്ട് ജോയിൻ ചെയ്തവരോ ആരെങ്കിലും ഉണ്ടോ? എനിപ്പടി ഉണ്ട്. പരസ്യനി അല്ലേ? റൂബിയ. ഇവിടെ കിടക്കുന്നത്. അവിടെ എവിടെയായിരുന്നു ഡിപ്ലോമ ചെയ്തേ? ഇവിടെ തന്നെ. മാമിനെ കണ്ടിട്ടില്ല. മാമിനെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. അതെന്താ അങ്ങനെ? ഏത് ക്ലാസ്സിലായിരുന്നു ഡിപ്ലോമയ്ക്ക്? ക്ലാസ്സില് ഏത് ഹോസ്പിറ്റൽ ബാച്ചിന്റെ ക്ലാസ്സിലോ? നയൻത് ബാച്ചിന്റെ A ക്ലാസ്സിലോ? കാണാതിരിക്കാൻ വഴിയില്ലല്ലോ. വേറെ ആരെങ്കിലും ഉണ്ടോ കാണാത്തവര്? ബാക്കിയുള്ളവര് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സില് പരിചയപ്പെട്ടിട്ടില്ല? ഇല്ല, ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നില്ല. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേട്ടില്ല. ശരി. ഇൻട്രൊഡക്ഷൻ ക്ലാസ് ക്രിസ്റ്റീനായും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് യു ഹാവ് നോട്ട് വാച്ച്ഡ് ദ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? അങ്ങനെയാണ് അത് കാണാതെ. അല്ലാതെ കാണാതിരിക്കാൻ വഴിയില്ല. ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ക്ലാസ്സിന് വേണ്ടി നിങ്ങളെ ജോയിൻ ചെയ്തപ്പോ
ഫസ്റ്റ് ക്ലാസ് ദാറ്റ് മീൻസ് ഇൻട്രോ, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എന്താണ് അതിന്റെ സ്കോപ്പ്, എന്താണ് വാട്ട് ഈസ് ദ എയിം, അതുപോലെ തന്നെ അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ അതിന്റെ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഞാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനാണ് കണ്ടിട്ടുണ്ട്. ഞാൻ മാറിപ്പോയാ, വേറെ രീതിയിലായി പോയാ. ചേഞ്ച് ആയി. അപ്പൊ ഇനി ക്രിസ്റ്റീനെ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ. അപ്പൊ മറ്റേ കുട്ടി കണ്ടുട്ടാ. അപ്പൊ ക്രിസ്റ്റീനെ മാത്രമാണ് കാണാത്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ക്ലാസ് ലൈവില് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും യു മൈറ്റ് ഹാവ് വാച്ച്ഡ് ദ റെക്കോർഡഡ് ക്ലാസ്. അതിന്റെ റെക്കോർഡഡ് ക്ലാസ് കാണണമായിരുന്നു. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞല്ലോ. ഞാൻ വെറുതെ വിട്ടേക്കുന്നതുകൊണ്ട് അത് നമ്മൾ എന്തായാലും ഇൻട്രോ എന്താണ് ഈ കോഴ്സ് എന്നും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ എല്ലാം തന്നെ ഇപ്പൊ നടക്കുന്ന എല്ലാ ക്ലാസ്സുകളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും ആ റെക്കോർഡ് പിറ്റേ ദിവസം നിങ്ങൾക്കത് എന്താ പറയാ കാണാത്തവർക്ക്, ഇത് ലൈവ് ആയിട്ടുള്ള സെഷനിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സോ അത് കാണണം. ഓക്കെ. അപ്പൊ കാണാൻ പറ്റുന്നില്ല? എന്ത് കാണാൻ പറ്റുന്നില്ല? സ്ക്രീൻ കാണുന്നില്ലേ? ആരാണാവോ അത്? ഞാനൊന്ന് ഓൺ മ്യൂട്ട് കൊടുക്കാൻ പോവാണ്. ബിക്കോസ് ചിലപ്പോ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരും, സൗണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ. ബാക്കി ആരെങ്കിലും ഒക്കെ നമ്മൾ ഇവിടെ ഓൺ ആക്കുമ്പോഴേ എന്നെ കാണാൻ പറ്റില്ല. ഇപ്പൊ കാണണ്ടോ നോക്കിയേ ഷെറി, ഇപ്പൊ കാണുന്നുണ്ടോ നോക്ക്. വിസിബിൾ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സംശയങ്ങളെ എന്താ പറയാ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇൻട്രോ ക്ലാസ് 2 പാർട്ടായിട്ട് കൊടുത്തേ. ഒന്ന് ഞാൻ കൊടുത്ത ഇൻട്രോ ആയിരുന്നു. അത് എന്താ പറയാ നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസുമാണ് ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ അതിനുശേഷം സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിന്റെ ഹാഫ് പാർട്ട് സാറ് നമ്മൾക്ക് ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് സംബന്ധമായ കാര്യങ്ങൾ, ഫീസ് സ്ട്രക്ചർ, മറ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു അല്ലെ. പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് സാറാണ്. അങ്ങനെ 2 പാർട്ടായിട്ടാണ് ആ ഒരു ഇൻട്രോ ക്ലാസ് പോയത്. അപ്പൊ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി പറഞ്ഞതാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ PDF ഒക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്കിന്റെ PDF എന്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. അവിടെ നിന്ന് എനിക്ക് ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ സെഷനിൽ നിന്ന് തന്നിരുന്നു ഇൻഫർമേഷൻ. വന്നിട്ടില്ല? തരുന്നോ എന്തോ ആണെന്നോ എന്ന് പറഞ്ഞത്. ഓക്കെ, അവര് തരും കേട്ടോ. ചിലപ്പോ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ആയിരിക്കും ചിലപ്പോ നിങ്ങൾക്ക് കിട്ടും, ക്ലാസ്സിലേക്ക് കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തു. ഡിപ്ലോമ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ എന്താ പറയാ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തു ഇരുന്നു. അപ്പൊ നമ്മുടെ PG സെഷൻ ക്ലാസ്സുകളാണ് ഇപ്പൊ നമുക്ക് നടക്കുന്നത്. ഓക്കെ. അപ്പൊ PGയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതുപോലെ നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാനും പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് എന്താ പറയാ എല്ലാ എന്താ പറയാ ആശംസകളും നേരുന്നു. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് വൺസ് അഗെയിൻ. അപ്പൊ ഒരു ഓൾ ദ ബെസ്റ്റ് ഞാൻ ഡിപ്ലോമ തുടങ്ങിയപ്പോ പറഞ്ഞിരുന്നു. അപ്പൊ വീണ്ടും ഒരു എന്താ പറയാ ഒന്നുകൂടി നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ആശംസിക്കാം. കാരണം നമ്മൾ ഓരോ എന്താ പറയാ ഈ കോഴ്സുകൾ പഠിച്ച് നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്, നമ്മുടെ കരിയർ ഡെവലപ്മെന്റ് നമ്മൾ സ്ട്രോങ് ആക്കണം. അത് നമ്മളത് ആഗ്രഹിച്ച് നമുക്ക് നേടാൻ പറ്റും. ഇല്ലാന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതായത് നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഐ ക്യാൻ ഡു ഇറ്റ് അല്ലെ, ഐ വിൽ ഡു ഇറ്റ്. അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. സോ യു ക്യാൻ ഡു ഇറ്റ് whatever you are aiming. എന്ത് നിങ്ങൾ എയിം ചെയ്താലും യു ക്യാൻ അറ്റൈൻ. നമ്മൾക്ക് അതൊക്കെ ഈസി ആയിട്ടൊക്കെ അറ്റൈൻ ചെയ്യാൻ പറ്റും അല്ലെ. ലോകത്ത് എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ടൊന്നും അല്ല ജനിക്കുന്നത്. അപ്പൊ പടിപടിയായിട്ട് നമ്മള് നമ്മളുടെ വീടുകളിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന്, കോളേജസിൽ നിന്ന് ഒക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം കൂടി അതൊക്കെ നമ്മളുടെ ഒരു മുതൽക്കൂട്ടാണ്. നമ്മളെ നോളജ്, സ്കില്ല്, കേപ്പബിലിറ്റീസ്, എബിലിറ്റീസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന ഒരുപാട് അസറ്റുകളാണ് ഇതെല്ലാം. അപ്പൊ ഇതൊക്കെ നമുക്ക് എവിടെയാണോ നമുക്കത് പ്രാക്ടിക്കലായി ഉപയോഗിക്കേണ്ടി വരിക അവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു നോളജ് ആയിട്ട് നിങ്ങളത് സമാഹരിച്ചു വെക്കുക. ഓക്കെ. സോ നമ്മളുടെ എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ കോഴ്സിൽ നിങ്ങൾക്ക് 4 മോഡ്യൂൾസ് ആയിട്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. 4 മോഡ്യൂളുകളായിരുന്നു. ആൻഡ് ഈച്ച് ആൻഡ് എവറി മോഡ്യൂൾസ് കണ്ടെയ്ൻ മോർ ദാൻ 10 ചാപ്റ്റേഴ്സ്. ഓരോ മൊഡ്യൂളിലും 10ൽ കൂടുതൽ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എത്രയൊക്കെ മൊഡ്യൂൾസ്? ഓരോ മൊഡ്യൂൾസിലും എത്ര ചാപ്റ്റർ ഉണ്ടായിരുന്നു എന്ന്? ആദ്യത്തെ മൊഡ്യൂളിൽ 13 എണ്ണം, പിന്നത്തേതില് 15 എണ്ണം, പിന്നെ 12, പിന്നെ 11 അങ്ങനെയൊക്കെ അല്ലെ. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ്, എന്തായാലും 10ൽ കൂടുതൽ ചാപ്റ്റേഴ്സ് ഓരോ മൊഡ്യൂളിലും ഉണ്ടായിരുന്നു. അതേസമയം നമ്മുടെ PGയിൽ നിങ്ങൾക്ക് ആകെ 3 മൊഡ്യൂളുള്ളൂ.
മീൻസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ഡിപ്ലോമ. ഡിപ്ലോമയുടെ 4 മൊഡ്യൂൾ കഴിഞ്ഞ് 5, 6, 7 എന്ന് പറയുന്ന 3 മൊഡ്യൂൾസ് മാത്രമാണ്. ആൻഡ് ഈച്ച് ആൻഡ് എവറി മൊഡ്യൂൾ കണ്ടെയ്ൻസ് 8 ചാപ്റ്റേഴ്സ്. ഓരോന്നിലും 8 ചാപ്റ്റർ വീതേ ഉള്ളൂ. മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ടോട്ടൽ 24 ചാപ്റ്റേഴ്സ്. 24 ചാപ്റ്ററുകളാണ് നമ്മൾ ഡിപ്ലോമയിൽ ചെയ്തിരുന്നത് പോലെ തന്നെ ഓരോ ടീച്ചേഴ്സും അവരവർക്ക് ഡിവൈഡ് ചെയ്ത് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന രീതിയിൽ ചാപ്റ്റേഴ്സ് വിട്ടി ടേക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും ആ ചാപ്റ്റേഴ്സ് കൈകാര്യം ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഹോസ്പിറ്റൽ എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്നൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നിങ്ങളിപ്പോ ചെയ്യുന്നത് നമ്മളുടെ ഡിപ്ലോമ, ഏതിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമയിൽ നിന്ന് ജസ്റ്റ് അതിന്റെ ഒരു അഡ്വാൻസ്ഡ് പോർഷൻ ആണ് നമ്മുടെ ഈ PG എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിനേക്കാൾ ഒരു പടി മുന്നിലായിട്ട് ഓൾറെഡി നമ്മൾ അവിടെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഹോസ്പിറ്റലില് നമ്മൾ അവിടെ എന്താ കണ്ടത്, അവിടെ മിക്കവാറും നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് എന്താ പറയാ, ഒരു ഹോസ്പിറ്റൽ എന്താണ്, ഹോസ്പിറ്റലിനകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഒരു സെക്കൻഡ്, ആരാളിവിടെ ഷെയർ ചെയ്യുന്നുണ്ടോ? ആരോ ഷെയർ ചെയ്യുന്നതൊന്ന് ക്ലോസ് ചെയ്യാമോ? ആരാണത്? ഫഹദ് ഫാദിൽ ഫെബി ഇത് പ്രസന്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യോ? ഓക്കെ, നമ്മുടെ നോട്ട് ഇവിടുന്ന് കട്ടായി പോകും. അതാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഇടയിൽ നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങളുടെ ഷെയറിങ് അവിടെ വരുമ്പോ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ നോട്ട് അവിടുന്ന് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ അതുപോലെ തന്നെ എന്താ പറയാ, ഇവിടെ ഈ ഒരു PG കോഴ്സിൽ നമുക്ക് അവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, ഒരു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ, ആ ഡിപ്പാർട്ട്മെന്റുകളിൽ നടക്കുന്ന പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ നിങ്ങൾ അവിടെ ആ ഒരു വിഭാഗത്തിൽ, അതായത് ഡിപ്ലോമയിൽ നമ്മൾ കണ്ടെങ്കിൽ ഇവിടെ അതിൽ നിന്ന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് കമ്പയർഡ് ടു ഡിപ്ലോമയിൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റും ആ ഡിപ്പാർട്ട്മെന്റിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നതെന്നൊക്കെ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ എന്താണ് പറയാ, അത് സാരില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങനെ എന്താ പറയാ കുറച്ച് എളുപ്പമായിരുന്നു. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇതില് ഒരുപാട് എന്താ പറയാ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ. ഇത് കാരണം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ജോലിയാണ് നമ്മൾ ചെയ്യാൻ പോണേ. സോ അവിടെ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട വിഭാഗങ്ങൾ, ഓരോ ഡിപ്പാർട്ട്മെന്റുകള് അതെങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കുറെ മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എന്താ പറയാ മൊഡ്യൂൾസ് ആണ് നമ്മളുടെ PG സെഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില പ്രത്യേകതകൾ, കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി വെക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ അതായത് നമ്മുടെ ഈ 3rd and 4th മൊഡ്യൂൾ പഠിച്ച ഏകദേശം ആ ഒരു രീതിക്കായിട്ട് വരുന്നത്. അതാണ് ഞാനിപ്പോ പറഞ്ഞത് ചുരുക്കം. നമ്മുടെ ഡിപ്ലോമയിൽ നമ്മൾ 3rd, 4th മൊഡ്യൂൾ പഠിച്ചില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മളുടെ 5th, 6th and 7th മൊഡ്യൂളുകൾ PG സെഷനിൽ കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് എടുക്കുന്ന പോർഷൻസ് നിങ്ങൾ അത് എന്താ പറയാ ടീച്ചേഴ്സ് ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾക്ക് ടീച്ചേഴ്സ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ അധികം ഒന്നും ഒരു ദിവസം നമുക്ക് ചിലപ്പോ എന്താ പറയാ അധികം എടുത്ത് നിൽക്കാനൊന്നും പറ്റില്ല. കാരണം അങ്ങനെയുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഷെയർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ എടുക്കുന്ന ഭാഗമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് 1-2 പ്രാവശ്യമൊക്കെ വായിച്ചു നോക്കുക. ടീച്ചേഴ്സ് അടയാളപ്പെടുത്താൻ പറയുന്ന, മാർക്ക് ചെയ്യാൻ പറയുന്ന, അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന പോയിന്റുകൾ അല്ലെങ്കിൽ സെന്റൻസുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ബിക്കോസ് യു ഹാവ് ടു give more stress on that sentences. അത്തരം സെന്റൻസുകൾ നമുക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മള് ബുക്ക് അയച്ചു തരുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചോദിച്ചേക്കുക കേട്ടോ. ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടണേ. ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തോ തരുമോ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ അത് മറ്റേ രീതിയിൽ ആവശ്യപ്പെടുന്നവർക്ക് മിക്കവാറും തരുമായിരിക്കും. ഐ തിങ്ക് സോ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഫസ്റ്റ്, അതായത് നമ്മളുടെ 5th മൊഡ്യൂൾ എന്നാണ് നമ്മൾ പറയുക. ബിക്കോസ് ഒരു മൊഡ്യൂൾസിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് 5th മൊഡ്യൂൾ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ ഞാനിപ്പോ എടുക്കാൻ പോകുന്നത് HRM, സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. തുടക്കമൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യുമോ? സിലബസ്, ടെക്സ്റ്റിന്റെ സിലബസ് നമുക്ക് സെറ്റ് ചെയ്യാൻ അത് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു, അപ്പൊ അയച്ചിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കയറാനുള്ള ധൃതിയിൽ അതിന്റെ ആൻസറിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പെട്ടെന്ന് പറ്റിയില്ല.
പെട്ടെന്ന് പോയതാ. ഓക്കെ ഈ ക്ലാസ് കഴിയുമ്പോ തന്നെ ഞാൻ അടുത്ത ക്ലാസ് മുമ്പ് നോക്കാം ചോദിക്കാനായിട്ട് കേട്ടാ. ഓക്കെ യെസ്, സിലബസ് മാത്രം ഇട്ടുള്ളൂ. അതാണ് ഉദ്ദേശിച്ചായിരിക്കും. അപ്പൊ അവര് സിലബസ് ആയിരിക്കും അവര് ഉദ്ദേശിച്ചത്. ഞാൻ നോട്ടിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അത് കഴിയുമ്പോ തന്നെ ചോദിക്കാം കേട്ടോ. ടൈം ടേബിളും കൊടുത്തിട്ടുണ്ട്. യെസ്, സോ അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ നിങ്ങളുടെ 5th മൊഡ്യൂളിലെ 5th ചാപ്റ്റർ തന്നെയാണ്. HRM. HRMന്റെ ഫുൾ ഫോം എന്താ? ഫുൾ ഫോം എന്താ? HRM എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ നമ്മള്. പറയ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. യെസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതിന്റെ ഇന്റർവ്യൂ പാനലിന്റെ സ്പെസിമെൻ എല്ലാം കൂടി വരുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഐ തിങ്ക് എന്താ പറയുക, നമുക്ക് ഈ ഒരു ടോപ്പിക് എന്താ പറയുക ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അല്ലെ. വളരെ വിശാലമായിട്ടൊന്നും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് യു ഓൾ നോ ദാറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് മാൻ പവർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ നമ്മളിവിടെ പഠിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സുകളെ, മാൻ പവറിനെ മാനേജ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, ആ ഒരു ടീം, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ്. അതിന്റെ അവര് മാനേജ് ചെയ്യുന്നത് ആരെയാണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ്. എന്താ ഹ്യൂമൻ റിസോഴ്സ്? മാൻ പവർ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിൽ വിഭാഗമായിട്ടുള്ള എല്ലാവരെയും, എംപ്ലോയീസ് എല്ലാവരും, ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം ലെവൽ ഓഫ് ഇൻഡിവിജ്വൽസ് എംപ്ലോയീസ്, അതായത് ഏറ്റവും മുകളിലുള്ള എംപ്ലോയീസ് മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള എംപ്ലോയീസിനെ വരെ കൃത്യമായ രീതിയിൽ ആ മാൻ പവറിനെ കളക്റ്റീവായിട്ട് അവർക്ക് എല്ലാവർക്കും കൂടി പറയുന്ന പേരാണ് മാൻ പവർ. ആ മാൻ പവറിനെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് അല്ലെ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ് നമ്മൾ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചില കമ്പോണന്റുകൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെയായിരുന്നു? മെറ്റീരിയല്, മണി, മെഷീനറി ആൻഡ് മെൻ. അങ്ങനെ 4 എംകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്യുപ്മെന്റ് ഓർ കമ്പോണന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കമ്പോണന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഓർഗനൈസേഷനിലെ, അത് മെൻ ആണ്. മെൻ എന്ന് പറയുന്നതിന്റെ മറ്റൊരു വേർഡ് ആയിട്ട് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നു അല്ലെ, മാൻ പവർ. അപ്പൊ മാൻ പവർ, ആ മാൻ പവറിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ. അപ്പൊ നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു വലിയൊരു ചാപ്റ്റർ, നീണ്ട ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. പഠിച്ചോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നോ? യെസ്, വിശാലമായ ഒരു ചാപ്റ്റർ ആണ്. അതിനകത്ത് നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫ്രം വേർഡ് അങ്ങനെ ഒരു ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എവിടെ നിന്ന് ഉത്ഭവിച്ചു അല്ലെ. അതിന്റെ ഒരു ലേറ്റസ്റ്റ് എന്താ പറയാ, അതൊരു ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഇതിന്റെ കമ്പയർഡ് ടു നമ്മളുടെ എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ട് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്ഡ് ഫോമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പണ്ടും ഈ പറയുന്ന പോലെ ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ബിസിനസ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്താണ് ഇത്രയധികം വളരെയധികം എന്താ പറയാ ഒരു ഹൈക്കായിട്ട് ഇങ്ങനെ വളർന്നു വന്നത് എങ്കിലും പണ്ടും ബിസിനസ്സുകൾ പലതരത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ബിസിനസ് ഓറിയന്റഡ് വേൾഡ് ആണ്. വി ആർ ലിവിംഗ് ഇൻ എ ബിസിനസ് ഓറിയന്റഡ് വേൾഡ്. ബിസിനസ് എന്തിനും ഒരു ബിസിനസ് കണ്ടെത്തുന്ന ഒരു സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും. എവിടെയും കച്ചവടമാണ്. പണ്ടൊക്കെ ഹോസ്പിറ്റൽസ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ എയിം ചെയ്തിരുന്നത്, ലക്ഷ്യം വെച്ചിരുന്നത് എന്താണ്? പബ്ലിക്കിന്റെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ വെൽഫെയർ ആയിരുന്നു. സർവീസ്, ഒരു സേവനമായിരുന്നു. അവരുടെ ക്ഷേമം, രോഗമൊക്കെ വരിക, വന്നു കഴിഞ്ഞാൽ അത് മാറ്റുക, അത് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ അവര് എന്താ പറയാ എയിം ചെയ്തിരുന്നത് പണ്ട് ഹോസ്പിറ്റൽസ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ they were functioning on the basis of service. അവരും അതെ എന്തിന്റെ രീതിയിലാണ് അവരുടെ ഇത് കൊടുത്തിരുന്നത്? സേവനം എന്ന രീതിയിൽ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക, സേവനമായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ ഇന്ന് സേവനത്തിന്റെ ആ കാര്യം മാറ്റിവെച്ചു. അതിന് പകരം ഇന്ന് എല്ലാ ബിസിനസ്സുകാരും പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. ഏത് ബിസിനസ്സും ഇൻക്ലൂഡിങ് ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾസോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എല്ലാവർക്കും ലാഭം ഉണ്ടാക്കണം. ബിസിനസ് ചെയ്താൽ ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഒരുപാട് ആളുകൾ ബിസിനസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു വേൾഡിലാണ് നമ്മൾ താമസിക്കുന്നത്. അങ്ങനെ വന്നപ്പോ ബിസിനസ് ഇത്രയും കൂടെ ഡെവലപ്ഡ് ആയപ്പോ അല്ലെങ്കിൽ ബിസിനസ്സിന് ഇത്രയധികം എന്താ പറയാ ഒരു ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തത് കൊണ്ട്
ഈ പറയുന്ന ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ഓരോ എംപ്ലോയീസ്, ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ്, ആൻഡ് ദേ ആർ ഓൾസോ കളക്റ്റീവ്ലി നോൺ ആസ് മാൻ പവർ. അവരെല്ലാവരെയും നമുക്ക് കളക്റ്റീവായിട്ട് മാൻ പവർ എന്ന് വിളിക്കാം. അങ്ങനെയുള്ള ആ മാൻ പവറിനെ മാനേജ് ചെയ്യേണ്ടതിന്റെ എന്താ പറയാ ആവശ്യകത, നെസസിറ്റി ഓൾസോ ഇൻക്രീസ് ഡ്യൂ ടു ദാറ്റ്. അതിന്റെ അനുസരിച്ച് എന്ത് ചെയ്തു, അതും വർദ്ധിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സസിനെ ഉപയോഗിക്കണം. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു ജോലിക്കാരനെ ജോലിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അവനെ പരമാവധി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. അവന്റെ ബുദ്ധി, അവന്റെ സ്കില്ല്, കേപ്പബിലിറ്റീസ്, എഫിഷ്യൻസി, ഇത് പരമാവധി മാക്സിമം ഉപയോഗപ്പെടുത്തണം അല്ലെ. അപ്പൊ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, അതിന്റെ എയിം ചെയ്തിരിക്കുന്ന ഗോൾ, ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിന് യൂസ് ദ മെൻ, അതിന് വേണ്ടിയിട്ട് മനുഷ്യന്മാരെ ഉപയോഗിക്കണം. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ, എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ they will get better results, അവർക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള തൊഴിൽ വിഭാഗത്തെ, തൊഴിലാളികളെ, എംപ്ലോയീസിനെ എല്ലാവരെയും മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് വന്നു. സോ ദാറ്റ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് അതൊരു പ്രൊസസ്ഡ് ഫോമായ, അതിന്റെ തന്നെ ഒന്നുകൂടി പ്രൊസസ്ഡ് ഫോമായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് ഇന്ന് ഈ ഒരു ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് വന്നു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സും ഇതുപോലെ ഷോർട്ട് ടേം പീരീഡിലേക്കുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒക്കെ പുറത്ത് അവൈലബിൾ ആണ്. കേട്ടിട്ടുണ്ടോ അവരുടെ കോഴ്സിനെ കുറിച്ചൊക്കെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സ് ഉണ്ട് ഇന്ന്. അതും ഇതുപോലെ നമ്മൾ പഠിക്കുന്ന പോലെ 6 months 1 year കോഴ്സുകളൊക്കെ ഉണ്ട്. സോ ദാറ്റ് അങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കുന്നതോടൊപ്പം അതുപോലെയുള്ള കോഴ്സുകൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈവൺ നമ്മളുടെ ഹോസ്പിറ്റൽസിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ വേണ്ടി നിങ്ങൾ പഠിക്കുന്നത് പോലെ ഹോസ്പിറ്റൽസിലും HRM ഒക്കെ പഠിച്ചിട്ട് ആളുകൾ ജോലിക്ക് കയറുന്നുണ്ട്. ഫോർവാർഡ് എന്തിന്? അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാനായിട്ട് അല്ലെ, അതിന് സ്കിൽഡ് പ്രൊഫഷണൽസിന്റെ ആവശ്യകത ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്കാണ് എന്ത് പറയാ, അതൊക്കെ ഇമ്പോർട്ടന്റ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലും ആവശ്യമുള്ളതാണ്. പക്ഷെ ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ്. മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മണി മാനേജ് ചെയ്യാൻ വലിയ കുഴപ്പമില്ല. കാശ് വരുന്നതും പോകുന്നതും ഒക്കെ നമുക്ക് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി അതിനെ നമുക്ക് പ്ലാൻ ചെയ്യാം അല്ലെ, പ്രീ പ്ലാൻ ചെയ്യാം. മറ്റു കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പ്ലാനിങ് ഒക്കെ നടത്താം. ബഡ്ജറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ്. അതൊക്കെ എളുപ്പത്തിൽ സാധിക്കും. എന്തൊക്കെ മെഷീൻസും മെഷീനറീസ് ഒക്കെ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ എന്തൊക്കെ എക്യുപ്മെന്റുകൾ മെഷീനറീസ് വേണം, അതും നമുക്ക് മാനേജ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ വട്ടവർ മെറ്റീരിയൽസ്, എന്തൊക്കെ മെറ്റീരിയൽസ് ഹോസ്പിറ്റൽസ് വേണം, അതും അറേഞ്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ദ അറേഞ്ച്മെന്റ് ഓർ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമ്മൾ അവിടെ പഠിച്ചു, അത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനുഷ്യന്മാരെ എന്താ പറയാ മാനേജ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ? അതെന്താ അങ്ങനെ മനുഷ്യന്മാരെ മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാരണം? ഒരു റീസൺ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? What is the reason for saying that it's very difficult to manage human men? Why? Yes, very good. അതെ അതെ, ഡൈനമിക് നേച്ചർ. അനു, ലക്ഷ്മി, ജ്യോതി ഒക്കെ പറഞ്ഞു. ഓക്കെ, ലക്ഷ്മി. അതെ, അപ്പൊ നമ്മൾ മറന്നിട്ടൊന്നുമില്ല, മിടുക്കികളാണ് കേട്ടോ. അപ്പൊ എന്താണ് അതന്നെ, ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഓഫ് ദെയർ ഡൈനമിക് നേച്ചർ. കാരണം നമ്മളുടെ സ്വഭാവ രീതിയില്ലേ എല്ലാവരും വ്യത്യസ്തരാണ്. എന്റെ സ്വഭാവമായിരിക്കില്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സ് ആയിട്ടുള്ള മറ്റു ടീച്ചേഴ്സ് എന്റെ സ്വഭാവമായിരിക്കില്ല അല്ലെ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എനിക്കുണ്ടോ? ചില കാര്യങ്ങളിൽ ചില സിമിലാരിറ്റീസ് ഉണ്ടാകുന്നു. നമ്മൾ അവിടെയും പറഞ്ഞു അല്ലെ, ചില സാമ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒത്തിരി എന്താ പറയാ സാമ്യമില്ലായ്മകളായിട്ട് ഡിസിമിലാരിറ്റീസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ ഇങ്ങനെ ഡിസിമിലാരിറ്റീസ് ആണ് അല്ലെങ്കിൽ യാതൊരു തരത്തിലും സ്വഭാവത്തില് എന്താ പറയാ സാമ്യതകളൊന്നുമില്ല, എല്ലാം വൈരുദ്ധ്യങ്ങളായ സ്വഭാവ സവിശേഷതകളുള്ള ആളുകളൊക്കെയാണ് ഒരു റൂഫിന്റെ കീഴിൽ വന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നത് അല്ലെ. വ്യത്യസ്ത ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്നു അല്ലെ, വ്യത്യസ്ത ഫീലിങ്സോടുകൂടി. ഇപ്പൊ രാവിലെ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും സങ്കടമോ ദേഷ്യമോ മറ്റൊക്കെ മനസ്സിലുണ്ടെങ്കിൽ യു വിൽ റിഫ്ലക്ട് ഇൻ അവർ ജോബ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അത് റിഫ്ലക്ട് ചെയ്യല്ലേ. ഒരു എന്തിനു പറയുന്നു, ചെറിയ വയ്യായ്ക ഉണ്ട്. ഇപ്പൊ ഭയങ്കര തലവേദന അല്ലെ, നമ്മളിപ്പോ ക്ലാസ് എടുക്കാൻ വരുമ്പോ രാവിലെ എഴുന്നേറ്റ് പോന്നപ്പോ ഒത്തിരി നല്ല തലവേദന. പക്ഷെ ക്ലാസ് നമുക്ക് എന്താ പറയാ മിസ്സാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ വേറെ ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ വേറെ ഒരാൾ വരാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് ക്ലാസ്സിലേക്ക് കെട്ടിയൊരുക്കി പോവുകയാണ് തലവേദന ഇങ്ങനെ വെച്ചിട്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് വി കനോട്ട് പെർഫോം. നമ്മൾ അവിടെ നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ജോബ് അവിടെ നമ്മൾ ശരിയായ രീതിയിൽ നടത്താൻ ചിലപ്പോൾ പറ്റുന്നതല്ല. എന്താ കാരണം?
ബിക്കോസ് ഓഫ് അവർ ഇൽനെസ്, അവർ നമുക്ക് അസുഖമുള്ളത് കൊണ്ടാണ്. അതുപോലെ ചില എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ആരെങ്കിലും ആയിട്ടൊന്ന് ദേഷ്യപ്പെട്ടു, വീട്ടിൽ നമ്മുടെ അവിടെ നിന്ന് ജോലിക്ക് പുറപ്പെട്ടു ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെയും ചിലപ്പോ എന്താ പറയാ ശരിയായ രീതിയിൽ നമ്മളുടെ ആ ഒരു എന്താ പറയാ പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് എന്തായാലും ഉണ്ട്. നമ്മളുടെ മനസ്സിനകത്തുള്ള ഫീലിങ്സ് ഇറ്റ് വിൽ റിഫ്ലക്ട്. അത് ഒരു എന്താ പറയാ ഒരു പ്രകൃതി എന്താ പറയാ ഒരു നിയമം പോലെയാണ്. എന്തായാലും അത് നമ്മളുടെ ജോലിയിൽ റിഫ്ലക്ട് ചെയ്യും. അത് രോഗമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ഇതെല്ലാം. അങ്ങനെയൊക്കെ വരുമ്പോ ഈ ഓൾ ഡൈനമിക് നേച്ചർ, ഈ പറയുന്ന വ്യത്യസ്ത സ്വഭാവ രീതികളൊക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് മാൻ പവർ. മാൻ പവറിനെ മാനേജ് ചെയ്യുക ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് മാനേജ് ചെയ്യേണ്ട, അവരവരുടെ തോന്നിയ പോലെ ജോലി ചെയ്തോട്ടെ എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്ത് കളയാനും പറ്റില്ല. സോ ഇറ്റ്സ് വെരി നെസസറി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു മാനേജ് ദ ഹ്യൂമൻ റിസോഴ്സസ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ എത്രയധികം ആളുകളാ ജോലി ചെയ്യുന്ന, ഇവരെല്ലാവരെയും നമുക്ക് മാനേജ് ചെയ്യണം അല്ലെ. ഇവിടെ ഈ നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിൽ HRM എന്ന് പറയുന്ന സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പറയുന്ന ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് കൂടിയാണ്. ആൻ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഇതൊക്കെ ജോലി ചെയ്യാൻ പോകുന്ന ആളാണ്. ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാമോ? ഇറ്റ്സ് ഹാൻഡിക്യാപ്ഡ്. ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അംഗവൈകല്യം അല്ലെ? വിത്തൗട്ട് ഹാവിംഗ് ദ ചാർജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സുകളുടെ ഒരു ചാർജ് ഇല്ലാതെ പിന്നെ ഏത് രീതിയിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞാലും ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് അത് എന്താ പറയാ എന്തുപോലെയാണെന്ന്, ഒരു അംഗവൈകല്യം പോലെയാണ് എന്ന് വെച്ചാൽ അവിടെ അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല. ആ മാനേജ്മെന്റ് അവിടെ കംപ്ലീറ്റ് ആകുന്നില്ല ബിക്കോസ് ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ്. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിനെ കൺസിഡർ ചെയ്യാതെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാതെ ഒരു രീതിയിലുള്ള മാനേജ്മെന്റും പൂർത്തിയാകുന്നില്ല, ഹാൻഡിക്യാപ്ഡ് ആയിട്ട് മാറും എന്നാണ് ഫസ്റ്റ് സെന്റൻസ് പറയുന്നത്. ആ സെന്റൻസ് തന്നെ തുടങ്ങിയിരിക്കുന്നത് ഒരു നെഗറ്റീവ് മീനിങ്ങിലാണ്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഈസ് നെസസറി ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളെയും എല്ലാ രീതിയിലും മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ആ ഒരു മാനേജ്മെന്റിൽ നമ്മൾ ഏതെങ്കിലും റിസോഴ്സിനെ മാനേജ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ, കാരണം മനുഷ്യന്മാർ അവരവർക്ക് കൊടുത്തിരിക്കുന്ന ജോലിയൊക്കെ കൃത്യമായി ചെയ്തോളൂല്ലോ. സോ വൈ ഷുഡ് ബി മാനേജ് ദം, അവരെ നമ്മൾ എന്തിനാ മാനേജ് ചെയ്യണേ എന്ന ഒരു മൈൻഡില് അതങ്ങനെ ഭയങ്കര ഇതായിട്ട് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിൽ നോട്ട് കംപ്ലീറ്റ്. അത് വിൽ ബിക്കം ഹാൻഡിക്യാപ്ഡ്. അത് എന്തായി മാറും? അത് ഹാൻഡിക്യാപ്ഡ് ആയിട്ട് മാറും എന്നാണ് പറയണേ. മനസ്സിലായോ? അതിന്റെ സെന്റൻസ് മനസ്സിലായോ? ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ വായിച്ചു നോക്കിയിട്ട് അതിന്റെ ഒരു മീനിങ് പറഞ്ഞു തന്നത്. കാരണം ചാപ്റ്റർ ഇറ്റ്സെൽഫ് ബിഗിൻസ് വിത്ത് എ നെഗറ്റീവ് സെന്റൻസ്. ഒരു നെഗറ്റീവ് മൈൻഡോട് കൂടി തന്നെയാണ് ആ ചാപ്റ്റർ തുടങ്ങിയിരിക്കുന്നത്. അതായത് അപ്പൊ ഹ്യൂമൻ റിസോഴ്സസിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു മാനേജ്മെന്റും ഒരു ഹോസ്പിറ്റൽസിലും നടത്താൻ പാടില്ല. ഇറ്റ് ബിക്കംസ് ഹാൻഡിക്യാപ്ഡ്. അങ്ങനെയാണെങ്കിൽ അത് അംഗവൈകല്യമുള്ള ഒരു മാനേജ്മെന്റ് ആണ്. ദാറ്റ് മീൻസ് എന്താ? പൂർത്തീകരിക്കില്ല എന്നർത്ഥം. ഇവിടെ അംഗവൈകല്യമുള്ള എന്ന് പറഞ്ഞാൽ ആ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിനെ പേഴ്സോണിഫൈ ചെയ്ത് പറഞ്ഞേക്കാണ്. ഒരു വ്യക്തി എന്ന രീതിയിൽ വ്യക്തികൾക്കാണല്ലോ അംഗവൈകല്യം വരിക അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെ പേഴ്സോണിഫിക്കേഷൻ രീതിയിൽ എന്താ പറയാ ഒരു എന്താ പറയാ ഒരു ഉപമ പോലെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഹാവ് ടു ബി കംപ്ലീറ്റഡ് only through the management of human resource. എന്ത് മറ്റ് മാനേജ് ചെയ്താലും ഹ്യൂമൻ റിസോഴ്സുകളെ കൂടി അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് മാനേജ് ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അപ്പൊ നമുക്കറിയാം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അതായത് ഹ്യൂമൻ റിസോഴ്സുകളെ മാത്രം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു. അതല്ലാതെ മറ്റ് എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു. എല്ലാ അഡ്മിനിസ്ട്രേഷനും അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൂടി എന്ത് ചെയ്യണം? കോമൺ ആയിട്ടുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ ഒപ്പം മസ്റ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞേക്കണേ. എന്ന് വെച്ചാൽ ഒപ്പം പോകേണ്ട കാര്യമാണ്. മറ്റേത് വിഭാഗങ്ങളെയും മറ്റെന്ത് കാര്യങ്ങൾ ഇപ്പൊ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് മാനേജ് ചെയ്യുന്നു, അതല്ലെങ്കിൽ എന്താ പറയാ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ മാനേജ് ചെയ്യുന്നു, അവിടുത്തെ മെഷീൻസ് സംബന്ധമായ എക്യുപ്മെന്റ് സംബന്ധമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു, മെറ്റീരിയൽ സംബന്ധമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു. ഓൾ ദീസ് മാനേജ്മെന്റ് അതൊക്കെ ജനറൽ ആയിട്ടുള്ള മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ആൻഡ് ഓൾസോ ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മസ്റ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ഓൾ ദീസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ. ഈ ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ ഒപ്പം തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു എന്താ പറയാ ഒരു ഓർഗനൈസേഷന്റെ ഒരു കമ്പോണന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ there are technical
ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ, പലതരത്തിലുള്ള ടെക്നിക്കൽ വിഭാഗങ്ങളുണ്ട്. പിന്നെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ മെഡിക്കൽ സ്റ്റാഫ് ഇൻക്ലൂഡ് ചെയ്യാത്ത നോൺ മെഡിക്കൽ സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്, മെഡിക്കൽ സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്. ഓൾ ദീസ് പ്രൊഫഷണൽസ് ഇവരെല്ലാവരും ഉണ്ട് അല്ലെ. ഇതെല്ലാം എംപ്ലോയീസ് തന്നെയാണ്, എല്ലാവരും അവിടെ എന്താ പറയാ എംപ്ലോയീസ് തന്നെയാണ് ഒരു ഓർഗനൈസേഷന്റെ. അപ്പൊ ഇവരെല്ലാവരെയും കൂടി നമ്മൾ കൃത്യമായ രീതിയിൽ ഷുഡ് മാനേജ്. എന്നാൽ മാത്രമാണ് വി ക്യാൻ അവോയ്ഡ് ഡിസ്പ്യൂട്ട്സ്, പലതരത്തിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ഡീൽ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ, എളുപ്പമാക്കുള്ളൂ. അപ്പൊ ഒരു ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു മേക്ക് സം കൺട്രോൾ ഓവർ ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് നമ്മളുടെ ഒരു ജനറൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതിന് എന്തിലും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും ഒരു കൺട്രോൾ, ഫുൾ ഫ്ലെഡ്ജ് കൺട്രോൾ ആണ് പറയുന്നത്. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് കൺട്രോൾ. അതായത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ എല്ലാം മാനേജ് ചെയ്യുന്ന ജനറൽ അഡ്മിനിസ്ട്രേഷനും അതിന് ഏറ്റവും കൂടുതൽ ഫുൾ ആയിട്ടുള്ള കൺട്രോൾ ഏതിലും കൊണ്ടുവരണം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും കൊണ്ടുവരണം. അത് റെസ്പെക്റ്റീവ് ഓഫ് എനി സ്റ്റേറ്റസ് ഓഫ് ഹോസ്പിറ്റൽസ്, ഏത് രീതിയിലുള്ള ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, എന്ന് വെച്ചാൽ ചെറിയ മിഡിൽ സൈസ്ഡ് ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, അതുപോലെ മൾട്ടി എന്താ പറയുക സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റസിലുള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഇറ്റ് ഷുഡ് കൺസിഡർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അറ്റ് ഇറ്റ്സ് ഫുൾ ഫ്ലെഡ്ജ് കൺട്രോൾ. നല്ല രീതിയിലുള്ള കൺട്രോൾ വരുത്തി ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്ത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ ഒരു കൺട്രോൾ ജനറൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ അതായത് ഓൾറെഡി ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽസ് പോലെയുള്ള ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. അവരെയും കൂടി ആര് മാനേജ് ചെയ്യണമെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ആര് പറഞ്ഞു വരുന്നത്? നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സ് പഠിച്ച് ഇതിന്റെ ഡിപ്ലോമയും PG ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്താ പറയാ സ്കിൽഡ് ഓർ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ട് മാറുമ്പോൾ നിങ്ങൾ ഒരു ഹോസ്പിറ്റൽസിനെ മൊത്തം മാനേജ് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് വരുന്ന ഹ്യൂമൻ റിസോഴ്സുകളെ കൂടി ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി മാനേജ് ചെയ്യാൻ നമുക്ക് എന്താ പറയാ അധികാരമുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള നിയന്ത്രണം എല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ട ഒരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റിയും ജനറൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് മനസ്സിലായോ? കുഞ്ഞു പാരഗ്രാഫാണ് ഞാനിപ്പോ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കുക. ഒറ്റ കുഞ്ഞു പാരഗ്രാഫേ പറഞ്ഞിട്ടുള്ളൂ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ക്യാൻ ആസ്ക് മീ. സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. ഫസ്റ്റ് സെന്റൻസ് ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ലാസ്റ്റ് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം ആ പാരഗ്രാഫില്. ഈച്ച് ആൻഡ് എവറി പേജിൽ വരുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയും. അത് തന്നെ നിങ്ങൾ അപ്പൊ തന്നെ അണ്ടർലൈൻ ചെയ്യാം. അല്ലെങ്കിൽ ലാസ്റ്റത്തേക്ക് വെച്ചാലേ എനിക്ക് മടി വരും. കാരണം ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഒരവർ മുഴുവൻ ഇരുന്ന് അണ്ടർലൈൻ ചെയ്യാൻ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ മടിച്ചു ചെയ്യും. അപ്പൊ അതുകൊണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ഓരോ പേജിലോ അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫിലും ഞാൻ അത് അണ്ടർലൈൻ ചെയ്യാൻ പറയും. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് സെന്റൻസ് രണ്ടും അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. An administrator of a hospital is handicapped without having the charge of human resource. Human resourceകളുടെ ചാർജ് ഇല്ലാതെ വന്നാൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി, ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി എന്താകും? ഹാൻഡിക്യാപ്ഡ് ആകും, അംഗവൈകല്യം ഉള്ളതാകും എന്നുള്ളതാണ്. അടുത്തത് a general administrator ought to have control over the entire human resource. അതായത് ഒരു ജനറൽ അഡ്മിനിസ്ട്രേറ്റർക്ക് നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം? നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഏതില്? എൻറ്റയർ ഹ്യൂമൻ റിസോഴ്സ്. ഒരു ഓർഗനൈസേഷനിലെ ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷനിലെ മൊത്തം എംപ്ലോയീസിന്റെ മാൻ പവറിന്റെ പേരൊരു നിയന്ത്രണം. എങ്ങനെയുള്ള നിയന്ത്രണം പറഞ്ഞേക്കണേ? ടു ഗെറ്റ് ഫുൾ ഫ്ലെഡ്ജ്ഡ് കൺട്രോൾ ആണ്, കംപ്ലീറ്റ് കൺട്രോൾ ആണ്. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് എന്ന് അർത്ഥം. ഫുൾ ഫ്ലെഡ്ജ്ഡ് എന്ന് പറഞ്ഞാൽ irrespective of the status. ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റേറ്റസ് എങ്ങനെ ആയിക്കോട്ടെ, ഏത് വലിപ്പമോ അല്ലെങ്കിൽ ഏത് എന്താ പറയാ നിലനിൽപ്പോ ഒക്കെ എന്തിന്റെ ബേസിസിലായാലും ഏത് രീതിയിലുള്ള ഹോസ്പിറ്റൽസിനെയും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. എല്ലാ ഹോസ്പിറ്റൽസിലും ഹ്യൂമൻ റിസോഴ്സുകളെ പൂർണ്ണമായ രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ഒരു ജനറൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. ഓക്കെ, രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? മനസ്സിലായല്ലോ? രണ്ട് മീനിങ് ഒക്കെ മനസ്സിലായില്ലേ? വായിച്ചു നോക്കിയിട്ട് ക്ലിയർ ആയല്ലോ? നമ്മൾ പറയുമ്പോ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഒരാൾക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണേ കേട്ടോ. എന്നാലും നമുക്ക് അടുത്ത അല്ലെങ്കിൽ പിന്നീട് നിങ്ങളത് അപ്പൊ തന്നെ വായിക്കാനും പറയുന്നത് അതിനു വേണ്ടിയിട്ട്. പെട്ടെന്ന് ഒന്ന് കണ്ണുപിടിച്ച് നോക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണുകൊണ്ട് വായിച്ചു തന്നെ നോക്കണം. ഓക്കെ, നിങ്ങളെല്ലാം ചെയ്യാൻ പറ്റില്ല അല്ലെ? ശരിയില്ല. എന്നാ ഇപ്പൊ ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അടുത്ത ക്ലാസ്സിൽ എനിക്ക് ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു ഇനിയുള്ള ക്ലാസ്. അപ്പൊ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ ഒന്നുകൂടി പറയാം. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഓർത്തിരിക്കുന്നവർ ഓർത്തിരുന്നോ, അത് നിങ്ങൾ നോട്ട് കിട്ടുമ്പോ അണ്ടർലൈൻ ചെയ്തോളൂ. ഓക്കെ,
Then അപ്പൊ ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ആണെന്ന് നമുക്കറിയാലോ. ഇറ്റ്സ് സെറ്റ് ഓഫ് പീപ്പിൾ ദോസ് വർക്കിംഗ് ഇൻ എ ഓർഗനൈസേഷൻ. ഒരു വർക്ക് ഫോഴ്സ്, ഒരു സെറ്റ് ഓഫ് പീപ്പിൾ എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന മൊത്തം വർക്ക് ഫോഴ്സിനെ, ഇപ്പൊ ഇവിടെ ഇതൊരു ഓർഗനൈസേഷൻ ആണ്, ഇതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. ഇവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, ടീച്ചേഴ്സ് ആയിട്ടും ടെക്നിക്കൽ സ്റ്റാഫുകളായിട്ടും അതുപോലെ തന്നെ PROs ആയിട്ടും, അതുപോലെ അതല്ലാതെ മറ്റ് സ്റ്റാഫുകളൊക്കെ, നോൺ ടീച്ചിങ് സ്റ്റാഫുകളും മറ്റ് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരെയും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് വർക്ക് ഫോഴ്സ്. നമ്മളെല്ലാവരും എന്തിനു വേണ്ടിയാ പ്രവർത്തിക്കുന്നത്? ടു അറ്റൈൻ ദ ഓർഗനൈസേഷണൽ ഗോൾ. ഈ ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യം പ്രാപ്തമാക്കാൻ, ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ആ ഒരു വർക്ക് ഫോഴ്സ് ആണ്, ആ ഒരു പീപ്പിൾ, സെറ്റ് ഓഫ് പീപ്പിൾ, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്നാണ് ചോദിച്ചാൽ, ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹു മേക്ക് അപ്പ് ദ വർക്ക് ഫോഴ്സ്. കുറെ ആളുകൾ ചേർന്ന് ഒരു വർക്ക് ഫോഴ്സ്, ഒരു എന്താ പറയാ, ഒരു ജോലി, ഒരു ശക്തി കേന്ദ്രം. എല്ലാവരുടെയും കൂടി ജോലികൾ ഒരുമിച്ച് ചേർന്നാലേ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. ടീച്ചേഴ്സ് മാത്രം വർക്ക് ചെയ്ത ഈ ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുമോ? ഞാൻ ഇവിടെ വന്നിരുന്ന് ക്ലാസ് എടുക്കുന്നു, അതുപോലെ എന്റെ കൂടെ മറ്റു ടീച്ചേഴ്സ് വന്നിരുന്ന് ക്ലാസ് എടുക്കുന്നു. ക്ലാസ് മാത്രം കേട്ടു, ഇത് ക്ലോസ് ചെയ്ത് നമ്മൾ ഇന്നത്തെ 2 മണിക്കൂർ ക്ലാസ് ക്ലോസ് ചെയ്തു, നമ്മൾ പരസ്പരം ലീവ് ചെയ്ത് പോകുന്നു. ആൻഡ് നിങ്ങൾക്കിത് പിന്നീട് അത് വായിച്ചു നോക്കണം. നിങ്ങൾക്ക് ഇതിന് എക്സാം കൊടുക്കാനുള്ളതാണ്. അപ്പൊ എക്സാം നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ യു മസ്റ്റ് ഹാവ് ഇറ്റ്സ് നോട്ട്സ് ആൻഡ് ഓൾസോ സം ക്വസ്റ്റ്യൻസ്. എക്സാമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം. അതിന് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതൊക്കെ നമ്മളല്ല സെറ്റ് ചെയ്യുന്നത്, അതെല്ലാം വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ടെക്നിക്കൽ വിഭാഗമാണ് അത് നിങ്ങളിലേക്ക് അത് എന്ത് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്ത് തരുന്നത്. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അല്ലെ നോട്ട്സും അതല്ലെങ്കിൽ ഇന്നത്തെ റെക്കോർഡഡ് ക്ലാസ്സുകളും അത് സെറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് അവിടുത്തെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ PROs നമ്പറൊക്കെ ആയിരിക്കും, അവരുമായിട്ടാണ്. അപ്പൊ വി ഓൾ ടുഗദർ, നമ്മൾ എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു വർക്ക് ഫോഴ്സ് ആണ്. ആൻഡ് ദിസ് വർക്ക് ഫോഴ്സ് വർക്ക് ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ. ആ ഓർഗനൈസേഷന്റെ ഗോൾ, ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ എല്ലാവരുമായിട്ടുള്ള ഈ വർക്ക് ഫോഴ്സ് എന്ത് ചെയ്തു, ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം പ്രവർത്തിച്ചാൽ the organization cannot achieve its goal. അല്ലെ, ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം പ്രവർത്തിച്ചാൽ ആ ഓർഗനൈസേഷൻ, ആ സംരംഭത്തിന് അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ് നിങ്ങൾ നോക്ക്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു തുണിക്കട തുടങ്ങാൻ വേണ്ടി വലിയ എന്താ പറയാ ബിൽഡിംഗ് ഒക്കെ എടുത്തു, എന്നിട്ട് കുറെ തുണികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചു അല്ലെ, അത് ബിസിനസ് ചെയ്യാണ്. കൊണ്ടുവന്ന് വെച്ചു, വാങ്ങിച്ചൊക്കെ വെച്ചു. ഇത് വാങ്ങിക്കാൻ ആൾക്കാർ വന്നാലല്ലേ ഇതിന്റെ ബിസിനസ് നടക്കുള്ളൂ. അപ്പൊ പർച്ചേസിങ് നമ്മൾ നടത്തുന്നു, സെയിൽസ് നടത്താനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. ഇനി ചിലപ്പോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഡീലിങ്സ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് വല്ല അസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ ബാങ്കിനെ ഡിപെൻഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ അതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന വർക്ക് ഫോഴ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് വിളിക്കാം. അതൊരു ബിസിനസ് സെക്ടറിലായിക്കോട്ടെ, ഇനി ഇക്കോണമി ആയിക്കോട്ടെ, ഇനി ഇൻഡസ്ട്രി ആയിക്കോട്ടെ, വ്യവസായ മേഖലകളും നമ്മളുടെ ഇക്കോണമിയിൽ, നമ്മുടെ എന്താ പറയാ സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഇക്കോണമി. അപ്പൊ ഇക്കോണമിയിലോ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ഒരു വർക്ക് ഫോഴ്സ്, സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, അതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ എന്താ പറയാ മൂലധനം. മനുഷ്യന്മാരെന്ന് പറയുന്നത് വലിയൊരു ധനമാണ്, അസറ്റാണ് അല്ലെ. പ്രത്യേകിച്ച് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ജോലി ചെയ്യുന്ന, ഏത് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ജോലിക്കാരെന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലാണ്, ഒരു ധനമാണ്, വലിയൊരു മൂലധനമാണ്. അവരുടെ നോളജ്, കാരണം എന്താ പറയാ, കാരണം അവർക്ക് എന്തുണ്ട്, നമ്മളിങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ അവിടെ പോയി ജോലി ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ അറിവ്, നമ്മളുടെ കഴിവ് അല്ലെ, നമുക്ക് എന്താ പറയാ നമ്മൾക്ക് ഉണ്ടാകുന്ന പല സ്കില്ലുകള്, ഇതൊക്കെ നമ്മൾ പ്രകടമാക്കുന്നത് നമ്മുടെ ആ ജോലിയിലൂടെയാണ് അല്ലെ. അതല്ലേ പ്രകടമാകുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുക. അത്ര ചെറുതാക്കാൻ പാടില്ല. ഇതൊരു വലിയ കോൺസെപ്റ്റ് ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന്. അവരുടെ നോളജ്, സ്കില്ല്, വിച്ച് ദ ഇൻഡിവിജ്വൽസ്, നമുക്കുള്ള നമ്മുടെ കഴിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയാ നമുക്ക് പ്രാക്ടിക്കൽ ആക്കി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഓരോ എംപ്ലോയീസിനെയും ഹ്യൂമൻ ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് ദ സിമിലർ ടേംസ് വിച്ച് ഡിനോട്ട്സ് ഹ്യൂമൻ റിസോഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന കുറച്ച് സിമിലർ ആയിട്ട് ഉപയോഗിക്കുന്ന കുറെ ടേംസ് ഒക്കെ ഉണ്ട്. അതായത് മാൻ പവർ, ലേബർ, പേഴ്സണൽ, അസോസിയേറ്റ്സ് അല്ലെങ്കിൽ സിംപ്ലി പീപ്പിൾ എന്ന് മാത്രം പറഞ്ഞാലും ഇതൊക്കെ എംപ്ലോയീസ് ആണ്. ഏതാണ് ഹ്യൂമൻ റിസോഴ്സിന്റെ മറ്റ് സിനോണിം പദങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ,
ബിസിനസ് ഓർഗനൈസേഷനിൽ അവർ ഉപയോഗിക്കുന്ന ഈ ഹ്യൂമൻ റിസോഴ്സസിന് ഈക്വലന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില പദങ്ങളാണ്, വേർഡ്സ് ആണ്. ഏതൊക്കെ? മാൻ പവർ എന്ന് ഉപയോഗിച്ചാലും ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. ലേബർ, തൊഴിലാളി, പേഴ്സണൽ, അതും തൊഴിലാളിയാണ്, തൊഴിലാളി അല്ലെ. അസോസിയേറ്റ്, അതായത് എംപ്ലോയീസിന്റെ ഒക്കെ ഒരു ഗ്രൂപ്പ് ഒക്കെ വരുമ്പോഴാണ് അത് അസോസിയേറ്റ്സ് ആയിട്ട് മാറുക. അല്ലെങ്കിൽ സിംപ്ലി പീപ്പിൾ എന്ന് പറഞ്ഞാലും ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ് ഓർഗനൈസേഷനിൽ. ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്നായിക്കോട്ടെ. കുഞ്ഞു പാരഗ്രാഫ് തന്നെയാണ്, വീണ്ടും ചെറിയ ഒരു 2-3 സെന്റൻസ് ഉള്ള പാരഗ്രാഫാണ്. വായിച്ചു കഴിഞ്ഞെങ്കിലും ക്ലിയർ ആണെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യണോട്ടാ. എന്നാലും എനിക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാനുള്ള ഒരു സിഗ്നൽ കിട്ടുള്ളൂ. ആരെങ്കിലും ഒന്ന് സിഗ്നൽ ഇടണം, എന്നാലേ. അല്ലെങ്കിൽ കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? വെരി ഗുഡ്. അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹു മേക്ക് ദ വർക്ക് ഫോഴ്സ് ഓഫ് an ഓർഗനൈസേഷൻ, ബിസിനസ് സെക്ടർ, ഇൻഡസ്ട്രി ഓർ ഇക്കോണമി എന്ന് പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. വീണ്ടും അതിനകത്തെയും ലാസ്റ്റ് സെന്റൻസ് സിമിലർ ടേംസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്നിട്ടാ. ഹ്യൂമൻ റിസോഴ്സസിന്റെ സിമിലർ ടേംസ് ആണ് പറഞ്ഞേക്കണേ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം. വെറുതെ അവിടെ സിമിലർ ടേംസ് ഇൻക്ലൂഡ് മാൻ പവർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അറിയണം അത് എന്തിന്റെ സിമിലർ ടേംസ് ആണെന്ന്. ഏതിന്റെയാ? ഹ്യൂമൻ റിസോഴ്സിന്റെ സിമിലർ ടേംസ് ആണ് മാൻ പവർ, ലേബർ, പേഴ്സണൽ, അസോസിയേറ്റ്സ് അല്ലെങ്കിൽ പീപ്പിൾ. അങ്ങനെ കൂടി ഒന്ന് നിങ്ങൾ വേണമെങ്കിൽ പഠിക്കുമ്പോ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നോട്ട് കിട്ടുമ്പോ അവിടെ ഒന്ന് എഴുതി ചേർക്കുക കേട്ടോ. സിമിലർ ടേംസ് എന്ന് പറയുന്ന ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയോ? യെസ്, ഓക്കെ. അപ്പൊ നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത അല്ലെ, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്തില്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ പോലുള്ള ഓർഗനൈസേഷൻ മറ്റേത് ഡിപ്പാർട്ട്മെന്റ് മാത്രം മാനേജ് ചെയ്താലും ഈ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ അത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു അഡ്മിനിസ്ട്രേഷൻ വേണ്ട ഒരു മേഖല തന്നെയാണ്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന് മസ്റ്റ് ഹാവ് ദ കൺട്രോൾ ഓവർ, ഫുൾ ഫ്ലെഡ്ജ്ഡ് കൺട്രോൾ ഓവർ ദ ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സസിന്റെ മേലും അവർക്ക് ഒരു പ്രത്യേക കൺട്രോൾ നിർബന്ധമായിട്ട് വേണം, ഇറസ്പെക്റ്റീവ് ഓഫ് എനി സ്റ്റേറ്റസ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഏത് വിഭാഗത്തിൽപ്പെട്ട ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, എല്ലാവിടത്തെയും ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു വർക്ക് ഫോഴ്സ്, ഇൻഡിവിജ്വൽസ്, പീപ്പിൾ, സെറ്റ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് പീപ്പിൾ ചേർന്നാൽ ഒരു വർക്ക് ഫോഴ്സ് ആകും. അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കുക. അതിന് സിമിലർ ആയിട്ടുള്ള ചില ടേംസ് നമ്മൾ പറഞ്ഞു. Now we are going to learn what is human resource manual. മാനുവൽ ആണ്. മാനുവൽ എന്തിനാ നമ്മൾ ഉപയോഗിക്കുക? നമ്മളുടെ വീടുകളിൽ നമ്മൾ പുതിയ ചില എക്യുപ്മെന്റുകളൊക്കെ വാങ്ങിച്ചാൽ അതിനകത്തൊരു മാനുവൽ ഉണ്ടായിരിക്കും. എന്താ അത്? മാനുവൽ എന്തിനാ? ഇറ്റ്സ് യൂസ്ഡ് ആസ് എ ഗൈഡ് അല്ലെ. അതൊരു ഗൈഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ ഒരു സാധനം, ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു, ഒരു മിക്സിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ അതിനകത്തൊരു അതന്നെ അതെങ്ങനെ യൂസ് ചെയ്യും അല്ലെ. അതിനകത്ത് എല്ലാം ഉണ്ടായിരിക്കും, എങ്ങനെ യൂസ് ചെയ്യും. ചിലപ്പോ ചില സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ വരുന്നത് എന്താ പറയാ, ഇങ്ങനെ സെപ്പറേറ്റഡ് പാർട്സ് ആയിട്ടായിരിക്കും. ആൻഡ് വി ഹാവ് ടു മേക്ക് ഇറ്റ് അസംബിൾഡ് ഫോം. നമ്മൾ അതിനെയൊക്കെ അസംബിൾ ചെയ്തെടുക്കണം. അങ്ങനെ എന്താ പറയാ, പല പല കഷ്ണങ്ങളൊക്കെ ആയിട്ട്, കഷ്ണമായിട്ടല്ല, ഓരോ പാർട്സും വന്നിട്ട് അത് നമ്മളിങ്ങനെ അസംബിൾ ചെയ്തെടുക്കണം അല്ലെ. ഇപ്പൊ ഓൺലൈനിലൊക്കെ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ അത് അങ്ങനെ ആയിരിക്കും കിട്ടുക. കാരണം ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചാലും അത് അവരുടെ ട്രാൻസ്പോർട്ടിങ്ങിൽ അവർക്ക് ഇൻകൺവീനിയൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ പാർട്സ് ഒക്കെ ഊരി അതൊക്കെ സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് വീട്ടിലേക്ക് എത്തുക. എന്നിട്ട് വി ഹാവ് ടു അസംബിൾ ഇറ്റ് മേക്ക് ഇറ്റ് ആസ് എ മെഷീൻ. ആ ഒരു മെഷീനറി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ് ആയിട്ട് നമ്മൾ അസംബിൾ ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ അതെങ്ങനെ അത് അസംബിൾ ചെയ്യും, അതെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബുക്ക്ലെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ. ഒരു ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ ഒരു എഴുതി തയ്യാറാക്കിയ ഒരു ഫോമിലായിരിക്കും അത് ഉണ്ടാകുക. ദാറ്റ്സ് കോൾഡ് മാനുവൽ. ആൻഡ് ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്തായിരിക്കും?
അതെ, ഇതുപോലെ തന്നെ കുറെ മനുഷ്യന്മാര് ഒരു ഓർഗനൈസേഷനിൽ കിടന്ന് ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. ഇവരെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, അതിന് വേണ്ട ചില നിയമങ്ങൾ, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ അടങ്ങിയ ഒരു സംഭവം. അതിനെയാണ് നമ്മൾ എന്താ പറയാ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിന്റെ മാനുവൽ എന്ന് വിളിക്കുക. അതായത് ഈ മനുഷ്യന്മാരെയൊക്കെ, എംപ്ലോയീസിനെയൊക്കെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, അവരേതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ ജോലി കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട നിയമങ്ങൾ, ഇവരുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഇവര് വരേണ്ട സമയം, പോകേണ്ട സമയം, ഇവരുടെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ, പിന്നെ അവരുടെ ലീവ് സംബന്ധമായുള്ള കാര്യങ്ങൾ, ഓൾ ദീസ് തിങ്സ്, ഒത്തിരി കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സുകളെ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ പരിഗണിക്കേണ്ടത്, അവരെ മാനേജ് ചെയ്യേണ്ടത്, ഓൾ ദീസ് തിങ്സ് വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ എ ഡോക്യുമെന്റ്. അതെല്ലാം ഒരു ഡോക്യുമെന്റ് രൂപത്തിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ബേസ് ആയിട്ട് ഉപയോഗിച്ച്, അത് ബേസ് ആയിട്ട് എന്ന് വെച്ചാൽ അത് വെച്ചിട്ടാണ് അവരെ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് അവരെ സംബന്ധിക്കുന്ന റൂൾസ്, റെഗുലേഷൻസ്, എവറിഥിങ്, ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഒരു ഹോസ്പിറ്റലിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ എന്നൊക്കെ എല്ലാം അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് വിളിക്കുക. അപ്പൊ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് മാനേജ് ചെയ്യുന്ന സമയത്ത് ഇഫ് ദേ ഹാവ് എനി ഡൗട്ട്സ് ദേ ക്യാൻ ഗോ ത്രൂ ദിസ് മാനുവൽ. ഈ മാനുവലിലേക്ക് നോക്കുക, അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കണേ, ഏതൊക്കെ കാര്യങ്ങളെല്ലാം നമുക്ക് ചിലപ്പോ ഓർത്തു വെക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് അതെല്ലാം അറിയണം. പക്ഷെ എങ്കിലും ചിലപ്പോൾ നമുക്ക് എല്ലാം നമുക്ക് തലയിൽ ഓർത്തു വെക്കാൻ പറ്റില്ല എങ്കിൽ അങ്ങനെയുള്ള ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ദേ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. അത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ വളരെ നീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു മാനുവൽ, അതിനെയാണ് നമ്മൾ, അത്തരം ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, HR മാനുവൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് വിളിക്കുക. ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ ഈസ് കൺസിഡേർഡ് ആസ് ദ ബേസ് ഡോക്യുമെന്റ്. ഒരു ബേസ് ഡോക്യുമെന്റ് ആണ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ ചില കാര്യങ്ങൾക്ക്, അവകാശങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ അവർ ഉന്നയിക്കുമ്പോൾ അതിനൊക്കെ നിയമങ്ങളൊക്കെ ഇവിടെ ഈ ഡോക്യുമെന്റിൽ ഉണ്ടായിരിക്കും. അത് വായിച്ചു നോക്കി ഇന്നത് എന്നതാണ്, നമുക്ക് അത് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്ലിയർ ആയിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ് ഓഫ് ഓൾ ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസ്, ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസിന്റെ എല്ലാം തന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെയാണ് നമ്മൾ HR മാനുവൽ, ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് വിളിക്കുക. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആ സെന്റൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ which is considered as the base document will contain clear-cut rules, regulations of all human resource activities inside the hospital എന്ന് വരെ മതി. ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ചെയ്യുന്നില്ലല്ലോ അല്ലേ, സോറി. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ദാറ്റ്സ് ഓൾ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാനൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഞാനിപ്പോ ക്ലാസ് കഴിയുമ്പോൾ ടീച്ചർ അവിടെ പറഞ്ഞേക്കാം, അവിടെ ടെക്നിക്കൽ വിഭാഗത്തില്. അപ്പൊ അവര് അത് എന്താന്ന് വെച്ചാൽ വന്നാ കേട്ടോ, PDF വന്നൂന്ന് കേട്ടോ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഇടാൻ പോകുന്ന ചിലപ്പോ അത് ലോഡാകാഞ്ഞിട്ടായിരിക്കും കേട്ടോ അന്നെടുത്താൻ വൈകിയത്. ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് കുട്ടികൾക്ക് നോട്ട്സ് കൊടുക്കണം, എന്നാലേ ഞാൻ ക്ലാസ് എടുക്കുമ്പോ അവർക്കത് നോക്കിയും ഇരിക്കാൻ പറ്റുള്ളൂ. അവര് എന്തായാലും നമ്മൾ നോക്കി തന്നെ വായിക്കേണ്ടതാണ്. ബിക്കോസ് യു ആർ ഗോയിങ് ടു അറ്റൻഡ് ദ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം അല്ലെ. ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയല്ലേ നമ്മൾ എഴുതുന്നേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് അത് വായിച്ച് തന്നെ നോക്കണം. ടീച്ചേഴ്സ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ മനസ്സിലത് കയറിയിട്ടുണ്ടായിരിക്കും. പക്ഷെ മനസ്സിൽ കയറിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ എന്താ പറയാ 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യുന്നത് പോലെ ഹാഫ് പേജിൽ ആൻസർ ചെയ്താനോ 1.5 പേജിൽ ആൻസർ ചെയ്യാനോ 2-3 പേജിൽ ആൻസർ ചെയ്യാനോ ഉള്ള ചോദ്യമല്ലല്ലോ വരണേ അല്ലെ. അപ്പൊ ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ അതിന്റെ സെന്റൻസ് അടിവരയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ കണ്ണോട്ട് വായിച്ചു നോക്കണം. ടീച്ചേഴ്സ് പറഞ്ഞിങ്ങനെ കാക്കപ്പൂച്ച തത്തമ്മന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. സെന്റൻസ് നിങ്ങൾ തന്നെ വായിച്ചു നോക്കണം. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഈ HR മാനുവലില് വാട്ട് ഓൾ ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസ് ആർ ഇൻക്ലൂഡഡ്, എന്തൊക്കെ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ആക്ടിവിറ്റീസ് അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡഡ് ആകണേ ഏതില്, ഈ HR മാനുവലില് എന്ന് ചൂടെ കൊടുത്തിട്ടുണ്ട്. വളരെ വിശദമായിട്ടൊരു ഇൻഡെക്സ് പോലെ അവിടെ ഇങ്ങനെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. എയിംസ് ഓഫ് HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യേണ്ടതിന്റെ ലക്ഷ്യം എന്തിനാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ ഇങ്ങനെ മാനേജ് ചെയ്യേണ്ടത്, അതിന്റെ എയിം അത് കൊടുത്തിട്ടുണ്ടായിരിക്കും. വിഷൻ ആൻഡ് മിഷൻ, അവരുടെ ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നതിന്റെ കാഴ്ചപ്പാടുകളും അവരുടെ ഒരു മിഷൻ, ആ ഒരു ജോലി എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരിക്കും.
പിന്നെ ക്വാളിറ്റി പോളിസി, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ക്വാളിറ്റി, ഹ്യൂമൻ റിസോഴ്സുകളുടെ ക്വാളിറ്റി, എംപ്ലോയീസിന്റെ ഒക്കെ ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി വരുന്ന ചില പോളിസീസ്. പിന്നെ ചില സർട്ടിഫിക്കേഷൻസ്, പല രീതിയിലും പല കാര്യങ്ങൾക്കും സർട്ടിഫിക്കേഷൻ ഒക്കെ വേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അഷ്വറൻസ് എന്ന് വെച്ചാൽ വ്യക്തമാക്കൽ അല്ലെങ്കിൽ ഉറപ്പിക്കല്, പല കാര്യങ്ങൾക്കും അഷ്വറൻസ്. എന്തെങ്കിലും ഒരു ബിസിനസ് എംപ്ലോയീസ് സംബന്ധമായിട്ടുള്ള പല അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിക്കുന്നത്. പിന്നെ ഇന്റന്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ, അതായത് പുതിയ പുതിയ ജോലിക്കാരെയൊക്കെ ഒരു ഹോസ്പിറ്റലിലേക്ക് പുതിയ പുതിയ ജോലിക്കാരെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റന്റ് വെക്കുക. ഇന്റന്റ് വെക്കാന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓർഡർ, പുതിയ പുതിയ എംപ്ലോയീസിനെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനെ സംബന്ധിക്കുന്ന വിശദീകരണങ്ങൾ, അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും നിയമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ, അതായത് ഒരാളെ പുതിയതായിട്ട് പ്രവേശിപ്പിക്കാൻ, ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ട ആപ്ലിക്കേഷൻ ഫോം, അതും ഈ പറയുന്ന ഇതിനകത്ത് ഉണ്ടായിരിക്കും, മാനുവലിൽ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം, ഇനി ഓരോ ആളുകളെ ജോലിക്ക് എടുക്കുമ്പോൾ അവരെ ഇന്റർവ്യൂ ചെയ്യും അല്ലെ. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇന്റർവ്യൂവിന്റെ ഒരു അസസ്മെന്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഞാനൊരു കുട്ടിയെ വിളിച്ചെടുത്തിട്ട് ഇന്റർവ്യൂ ചെയ്യാണ്. അപ്പൊ ആ ഇന്റർവ്യൂവിലൂടെ ആ കുട്ടിയിൽ അല്ലെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റില് വാട്ട് ഓൾ തിങ്സ് ഐ ഹാവ് ഗോട്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റി, എന്ത് ടാലന്റ്, എന്ത് സ്കില്ല്, ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ കുറിച്ചൊരു അസസ്മെന്റ് ഞാൻ നടത്തും. ഇത് ഇത്ര ക്വാളിഫൈഡ് ആണ്, ഇത്ര കാര്യങ്ങളൊക്കെ ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു അസസ്മെന്റ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം എന്താ പറയാ അതിനകത്ത് ഫോമായിട്ട് ഒരു ഫോം ഉണ്ട്. ആ ഫോമൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് ചാപ്റ്ററിൽ. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാനുവലിൽ ഉണ്ടായിരിക്കണം. ചെക്ക് ലിസ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ്സ്, ഇനി സർട്ടിഫിക്കറ്റുകളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന ചില ലിസ്റ്റുകൾ, എങ്ങനെയൊക്കെയാണ് ഓരോ സർട്ടിഫിക്കറ്റും നമ്മൾ വാല്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത്. പിന്നെ പാനൽ ഓഫ് ഇന്റർവ്യൂ ബോർഡ്, ഇന്റർവ്യൂ ബോർഡിലെ പാനൽ ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്, നമ്മൾ അപ്പോയിന്റ് ചെയ്യാൻ ജോലിക്ക് അപേക്ഷയൊക്കെ ക്ഷണിച്ചു, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, ഇന്ന ഡേറ്റിൽ വന്ന് ജോയിൻ ചെയ്യുന്ന പറഞ്ഞൊരു ഓർഡർ കൊടുക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓഫർ, അത് എങ്ങനെയാണോ അത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നത്. പിന്നെ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റും ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്തുകൊണ്ട് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ജോയിനിങ് ഓർഡർ. പിന്നെ എന്താ, ജോബ് ഡിസ്ക്രിപ്ഷൻ, അത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താ, ആ ജോബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഞാൻ എന്നെ ജോലിക്ക് എടുത്തു, എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്, അതിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെ, ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ജോബ്, ജോബിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് കൺഫർമേഷൻ ലെറ്റർ, ജോലി ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ കൺഫേംഡ് ആണ് ജോലിക്ക് എന്നുള്ള ലെറ്റർ, അതിനെ സംബന്ധിക്കുന്നത്. ഇന്റന്റ് റിപ്പോർട്ടിംഗ്, ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഫോം കേട്ടാ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും വേക്കൻസീസ് വരുമ്പോ അതിന് വേണ്ടിയിട്ട് പുതിയ ആൾക്കാരെ എടുക്കണം അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോം ഉണ്ടായിരിക്കും. അത് പുതിയ ആൾക്കാരെ എടുക്കാനുള്ള അതിന്റെ ഒരു ഫോം. ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് കേട്ടാ, എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നടന്നാൽ ഓർഗനൈസേഷന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻസിഡന്റുകളോ ഒക്കെ നടന്നാൽ അതിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ന ഇൻസിഡന്റ് ഇന്ന ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അപ്പൊ അതിന് പർട്ടിക്കുലർ ഫോം ഉണ്ടായിരിക്കും, ഫോമാറ്റ്. എല്ലാം ഫോമാറ്റിൽ ഒരു രീതിയിലാവുമ്പോൾ എളുപ്പമാണ് കാര്യങ്ങൾ മനസ്സിലാക്കി മാനേജ്മെന്റിലേക്ക് എത്തിക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ആളുകളോടൊക്കെ ഇങ്ങനെ വെറുതെ കിടന്ന് ഏത് സമയവും ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കേണ്ടി വരും. അതേസമയം അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരെ കുറിച്ച് എന്താണ് അറിയിക്കാനുള്ളത്, ആ ഫോമിൽ അങ്ങോട്ട് ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോം അങ്ങോട്ട് ഏത് ലെവലിൽ വരെ നമുക്ക് എത്തിക്കാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ എല്ലാ ലെവലിലും കിടന്ന് ഈ ചോദിച്ച ആളോട് നമ്മൾ വീണ്ടും തിരക്കേണ്ടി വരും കാര്യങ്ങൾ അല്ലെ. അതിനേക്കാൾ എളുപ്പം എന്താ, ഒരു ഫോമിൽ അതങ്ങോട്ട് ഉണ്ടാക്കി വെക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫോമുകൾ, എല്ലാ ഫോമുകളും ഇതിനകത്ത് അവൈലബിൾ ആണ്. HR അപ്രൈസൽ, ഹ്യൂമൻ റിസോഴ്സ് അപ്രൈസൽസ് നടത്തുമല്ലോ. എന്തിനാ, ഹ്യൂമൻ റിസോഴ്സുകളുടെ പെർഫോമൻസ് നമ്മൾ അപ്രൈസൽ ചെയ്യാറുണ്ട് അല്ലെ. എന്തിനാ, അവർക്ക് പ്രൊമോഷൻ കൊടുക്കണോ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ കൊടുക്കണോ, അല്ലെങ്കിൽ അവരുടെ സാലറി ഇൻക്രീസ് ചെയ്ത് കൊടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഹ്യൂമൻ റിസോഴ്സുകളെ അപ്രൈസൽസ് നടത്താറുണ്ട്. പിന്നെ പ്രൊബേഷൻ എക്സ്റ്റൻഷൻ, പ്രൊബേഷൻ പീരീഡ് ഒക്കെ ഉണ്ടാവൂലേ. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ഗവൺമെന്റിലൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ, സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാം അല്ലെ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് പ്രൊബേഷൻ പീരീഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ജോബിലേക്ക് ഫിറ്റ് ആയോ, അതിനാവശ്യമായ ട്രെയിനിങ് ഒക്കെ നമ്മൾ അത് ഫിറ്റ് ആകുന്നത് വരെ ആ ഒരു പീരീഡ്, അത് ചിലപ്പോ 3 മാസമായിരിക്കാം, 6 മാസമായിരിക്കാം, മേ ബി 1 ഇയർ ആകാം, 2 ഇയേഴ്സ് വരെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള പ്രൊബേഷൻ ഉണ്ട്. ചിലപ്പോ ആ പ്രൊബേഷൻ പീരീഡ് നമ്മൾ പെർഫെക്റ്റ് ആയില്ല, എഫിഷ്യന്റ് ആയില്ലെങ്കിൽ ദാറ്റ് പീരീഡ് വിൽ ബി എക്സ്റ്റെൻഡഡ്. നമ്മുടെ ആ പ്രൊബേഷൻ പീരീഡ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, കുറച്ചുകൂടി നീട്ടുന്നു. അങ്ങനെയുള്ള ഫോം ഒക്കെ ഉണ്ട്. ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ, അതായത് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവര് നല്ല രീതിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവരെ ഒന്ന് അനുമോദിക്കുക അല്ലെ, അപ്രീസിയേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലെറ്റർ ആയിട്ട് അവിടെ ഒരു ഫോം ഉണ്ടായിരിക്കും. അത്
അതൊക്കെ നമ്മുടെ മാനുവലിലുണ്ട്. പിന്നെ സാലറി ഇൻക്രിമെന്റ് ഫോം, സാലറി ഇൻക്രീസ് ചെയ്യാനുള്ള ഫോം, ലീവ് കാർഡ്, ലീവ് എടുക്കുകയാണെങ്കിൽ അതിനുള്ള കാർഡ്, ലീവ് റൂൾസ്, ലീവ് എടുക്കുമ്പോൾ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം ലീവ് എടുത്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ആണെങ്കിൽ അത് ഒരു ദിവസത്തിൽ കൂടുതൽ ലീവ് എടുത്താൽ അത് കട്ടായി പോകും, സാലറി കട്ടാവും. അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സാലറി ആ ദിവസത്തെ പെർ ഡേയുടെ കട്ട് ചെയ്ത് കളയും. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ പല ഓർഗനൈസേഷൻസിലും ഉണ്ട് കേട്ടോ. പിന്നെ ട്രെയിനിങ്, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ്സ്, പിന്നെ കമ്പനിയുടെ പാസ്പോർട്ട്, കമ്പനിയുടെ അത് ഹോസ്പിറ്റലാണോ ഹോസ്പിറ്റലിന്റെ ഒക്കെ ഓർഗനൈസേഷണൽ ചാർട്ട്, ഓർഗനൈസേഷന്റെ സംബന്ധമായ ചില വിവരങ്ങളും വിശദീകരണങ്ങളും ഒക്കെ അതിന്റെ ചാർട്ട്. നോ ഡ്യൂസ് ഫോം, നോ ഡ്യൂസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ ചിലപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയി, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വേറെ സ്ഥലത്തേക്ക് പോയെങ്കിൽ അവർക്ക് ആ ഒരു ഓർഗനൈസേഷനിലോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലോ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നത് അതെല്ലാം ഇനി ഞാൻ എല്ലാം ചെയ്യുന്നത്, ഞാൻ ഇത് ഇന്ന ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു, എനിക്ക് ഇനി ഇവിടെ ഇതുമായിട്ട് ഒരു യൂസ് ഒന്നുമില്ല, എനിക്കിവിടെ ഒരു കടപ്പാടൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അവിടെ. അപ്പൊ നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പോകും. കേട്ടിട്ടുണ്ടല്ലോ നോ ഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോ ഡ്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഇതുമായിട്ട് ഇനിയൊരു കടപ്പാടുകളും ഇല്ല. ചിലപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നിൽ എനിക്ക് നിക്ഷിപ്തമായിട്ട് തന്നിട്ടുണ്ടായിരിക്കും അല്ലെ, ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് എനിക്ക് വേണ്ടി ഒരു സേഫോ ഒരു ഡ്രോയോ ഒക്കെ തന്നിട്ട് അതിന്റെ ലോക്കും കീ ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ നമ്മളെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം നമ്മൾ അവിടെ നിന്ന് ലീവ് ചെയ്യുമ്പോൾ ഇതെല്ലാം അങ്ങോട്ട് തിരിച്ച് ആരെയാണോ നമ്മളോട് ഏൽപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് അവരെ എല്ലാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കണം. അപ്പൊ ഇതെല്ലാം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ആയി എന്ന് മനസ്സിലായാൽ കിട്ടുന്ന ഒരു സാധനമാണ് നോ ഡ്യൂസ്. അതിനുവേണ്ടി ഒരു ഫോം വാങ്ങിച്ചത് ഫിൽ ചെയ്താണ് കൊടുക്കട്ടെ. എല്ലാം ഞാൻ ഇങ്ങനെ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ളത്. അക്നോളജ്മെന്റ് മനസ്സിലായോ? അത് ഉറപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു ഡിസിഷൻ അതിന് വേണ്ടിയിട്ട്. ഹാൻഡ് ഓവർ നോട്ടുകൾ, എക്സിറ്റ് ഇന്റർവ്യൂ. എക്സിറ്റ് ഇന്റർവ്യൂ എന്താ? നമ്മള് എന്താ പറയാ റിസൈൻ ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഓർഗനൈസേഷൻ വിട്ട് ജോലി വിട്ട് പോകുകയാണെങ്കിൽ പോകുന്ന സമയത്ത് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ഫീഡ്ബാക്ക് ഒക്കെ അറിയാൻ വേണ്ടി നടത്തുന്നതാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനയേഴ്സ്. ക്വസ്റ്റ്യനയർ എന്ന് പറഞ്ഞാൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കി എഴുതി വെച്ചിരിക്കുന്ന ചോദ്യാവലിയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിരിക്കും. ചില പേഷ്യൻസിൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ പല രീതിയിലും ക്വസ്റ്റ്യനേഴ്സ് തയ്യാറാക്കി വെക്കുന്നുണ്ട്. അതിന്റെ ഫോർമാറ്റുകൾ. പിന്നെ മറ്റ് അനവധി ഫോമുകളൊക്കെ ഉണ്ട്, പല രീതിയിലുള്ള എന്താ പറയാ ഫോമുകൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പൊതുവായിട്ടുള്ള ചില നിയമങ്ങളും കണ്ടീഷനുകളും വ്യവസ്ഥകളും ഒക്കെ ആയിട്ട്. പിന്നെ അവസാനം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ, ആ HR മാനുവല് ഇന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൺക്ലൂഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനുവലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഈ എല്ലാ ആക്ടിവിറ്റീസുമാണ് ഇതില് ഈ മാനുവലിൽ ഉണ്ടായിരിക്കുക. ആ മാനുവല് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് തിങ്. ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യണമെങ്കിൽ ഈ ഒരു മാനുവല് നമ്മുടെ കയ്യിൽ ആർക്കുണ്ടായിരിക്കണം? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ് അല്ലെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ 34 എണ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഈ പോയിന്റുകൾ, അതായത് ഈ ഫോമുകൾ ഏതൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്, HR മാനുവലിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമുക്ക് വേറെ കൂടുതൽ അതിനകത്ത് കാണാതെ ഒന്നും പഠിക്കാനൊന്നുമില്ല. അത് ഓക്കെ. ഇന്ന കാര്യങ്ങളൊക്കെയാണ് HR മാനുവലിൽ വരുന്നത് എന്നൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം നമ്മള്. കാരണം നമ്മളും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞ് HR എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു മാനുവൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയാം. ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുകൾ അവരാണ് ആ ഒരു മാനുവൽ സൂക്ഷിക്കുക. അപ്പൊ അങ്ങനെ ഒരു മാനുവൽ ഉണ്ടെന്ന് നമ്മളും കൂടി അറിയണ്ടേ? കാരണം നമ്മൾക്ക് അവരുടെ മേലും ഒരു കൺട്രോൾ ഉണ്ട്, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കൺട്രോൾ ഉണ്ട്. ആർക്ക്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന നമ്മൾക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മളത് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ? 34 എണ്ണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ആ 2 പേജാണ് ഇന്ന് പഠിച്ചിരിക്കുന്നത്. അപ്പോ അടുത്ത ദിവസം ഇതിന്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. സോ വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നിങ്ങൾ നന്നായി PG ബാച്ച് മാറിയിട്ട് വേറെ ബാച്ചിലേക്ക് ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇനി ലേറ്റ് ആവൂലേ? അപ്പൊ വീണ്ടും നമ്മൾ ലേറ്റ് ആവുകയല്ലേ ചെയ്യാം? മാറുന്നതിന് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ലേറ്റ് ആവൂലേ അപ്പൊ നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും?
ഡിപ്ലോമയുടെ ഏതാ? 11th ബാച്ച് ആണോ? 11th ബാച്ച് ആണോ? അത് ഇപ്പൊ നമ്മൾ തീരുമല്ലോ. ഐ തിങ്ക് വിതിൻ 1 month. മെയ് ലാസ്റ്റ് ആകുമ്പോഴേക്കും അത് തീരില്ലേ? അത് മാത്രമാണോ വിചാരിച്ചത് അങ്ങനെ മാറണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നണേ, എന്റെ അഭിപ്രായം. കാരണം നമുക്ക് അത് 1 മാസമെങ്കിലും നമുക്ക് അവിടെ കുറച്ചുകൂടി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കിട്ടും. അപ്പോ പിന്നെ ഒരു 2 മാസം കൂടി വേണ്ടി വരുമ്പോൾ നമ്മളൊരു PG ഹോൾഡർ ആകും. അങ്ങനെ കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. രണ്ടും കൂടി നമുക്ക് എന്താ പറയാ അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കേ. നമ്മൾക്ക് 11th ബാച്ച് അറിയാത്ത കൂടെ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ വിചാരിച്ച് അപ്പൊ ഒരു മാസം അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. കാരണം ആ 1 മാസം നമുക്ക് ഡിപ്ലോമയും PGയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മൾ ബാക്കി വരുന്ന 2 മാസം കൂടിയേ എന്ത് വരുന്നുള്ളൂ, നിങ്ങൾക്ക് PG മാത്രമായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. സോ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ PG സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ ഇരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുക കേട്ടാ. എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാം. ഓക്കെ, ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ ലേറ്റ് ആവും. അടുത്തത് ഇനി PG തുടങ്ങിയിട്ട് വേണം, അടുത്ത ബാച്ചുകാർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഡിപ്ലോമ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, സോ തിങ്ക് and take decision. Okay, bye. Thank you.